ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് മാരിനേഷൻ പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു 20 വെളുത്തുള്ളി ചതച്ചത് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വിനീഗറാണ്. ഇത് ആ സോയാ സോസ് എടുത്ത സെയിം സ്പൂണിൽ എടുത്തുകൊണ്ടാട്ടോ ഈ ഒരു കളറ്. അപ്പോൾ വിനീഗറിൻ്റെ കളറ് കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. അത് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഒരു മുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ സോസ് ഓൾറെഡി ചേർത്തതുകൊണ്ട് സോസിലും ഉപ്പുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കടായി എടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ഇനി അതിലേക്ക് എല്ലാ ചിക്കൻ പീസസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു കടായി എടുക്കുക. ഒരു 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും, മീഡിയം സൈസ് ഉള്ളി ക്യൂബായിട്ട് കട്ട് ചെയ്തതും, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അത് ആക്ച്വലി വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ മെത്തേഡ് പറഞ്ഞു തരാണ്. ഇനി അതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കണേ. ഈ ഫ്രൈയിങ് പ്രോസസ്സൊക്കെ നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ചെയ്യാനായിട്ട് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ്. നിങ്ങൾക്ക് റെഡ് ചില്ലി സോസിന് പകരം റെഡ് ചില്ലി ഗാർലിക് സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അത് കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ച് സോസിൻ്റെ അളവ് കുറയ്ക്കാം. ഇവിടെ ഞാൻ എന്തായാലും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിൽ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാതെ. അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു കോൺഫ്ലവർ കുക്ക് ചെയ്തെടുക്കാൻ ഒരു 2-3 മിനിറ്റ് വരും. അതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ കുക്കായി വന്നിട്ടുണ്ടാകും. ഈ കുക്കായി വന്നതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ സോസ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ആ ഫ്രൈഡ് ചിക്കനിലേക്ക് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻസും കൂടെ ഇടുന്നുണ്ട്. സ്പ്രിംഗ് ഒണിയൻസ് ഇട്ടാൽ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്